ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം വർഷയുടെ വീട്ടിലേക്ക് കുറേ അധികം ഗുണ്ടകൾ ചേർന്ന് കയറിക്കൊണ്ടതിന് വർഷയുടെ വീട്ടുകാരെ എല്ലാവരെയും ആക്രമിക്കുകയാണ്. അവരുടെ അടി കൊണ്ട് വർഷയുടെ മമ്മയും ഡാഡിയൊക്കെ കയ്യും കാലൊക്കെ ഒടിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ആകെ ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്. വർഷയുടെ ഡാഡി വർഷയോട് പറഞ്ഞിട്ട് മോളെ അവരെന്നെ അടിച്ചിട്ട് പോകുമ്പോൾ ഇതിന് പിന്നിൽ ആരാണെന്ന കാര്യം ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റാരുമല്ല സച്ചിയുടെ പേരാണ് അവന്മാർ പറഞ്ഞത്. അവനെ വെറുതെ വിടരുത് മോളെ, അവന് വെറുതെ വിടരുത് മോളെ എന്നൊക്കെ പറയാട്ടോ ഡാഡി. അന്നേരം വർഷ പറഞ്ഞിട്ട് എൻ്റെ അച്ഛനെയും അമ്മയെയും ഈ അവസ്ഥയിലാക്കിയത് ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല ഡാഡി. അത് പിന്നെ ശ്രീകാന്തിൻ്റെ ഏട്ടനാണെങ്കിൽ പോലും ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സച്ചിക്കെതിരായിട്ട് ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ പറയും വർഷ. അങ്ങനെ വർഷ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് സച്ചിക്കെതിരായിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ വർഷയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതായാലും പോലീസുകാർ സച്ചിനെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. സച്ചി പോലീസ് സ്റ്റേഷനിലായി എന്നറിഞ്ഞതോടുകൂടി തന്നെ രേവതിക്ക് ആകെ സങ്കടമായിരിക്കും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് രേവതി ഏതായാലും തിരിച്ച് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം സുധീയുടെ മുറിയിലേക്ക് ചെന്നിട്ട് നിർത്താതെ അങ്ങനെ ഡോറ് തട്ടുവാണ്. എന്നാൽ ആ ഒരു ശബ്ദം കേട്ടുകൊണ്ട് തന്നെ രവീന്ദ്രനും ചന്ദ്രമതിയും സുധിയും ശ്രുതിയും അതുപോലെ തന്നെ വർഷയും ശ്രീകാന്തൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതി വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്ന സമയത്തിന് ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് രേവതിയോട്. എടി രേവതി, നീ എന്തിനാ ഇപ്പം ഇങ്ങനെ നടുമുറ്റത്ത് നിന്നിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്? അപ്പോഴേക്കും രേവതി ചന്ദ്രമതിക്കുള്ള മറുപടിയൊന്നും കൊടുക്കാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് ശ്രുതിയെ തന്നെ ഇങ്ങനെ തുറപ്പിച്ചു നോക്കുകയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ വന്നിട്ട് രേവതിയോട് ചോദിക്കുന്നത്, എന്താ മോളെ രേവതി, എന്ത് പറ്റി നിനക്ക് എന്നൊക്കെ ചോദിക്കും. അപ്പോഴേക്കും ശ്രുതിയും റൂമിൽ നിന്ന് വന്നുകൊണ്ട് രേവതിയോട് ചോദിക്കുന്നത്, എന്താ രേവതി ഇത്, ഒരു ഒട്ടും മാനേഴ്സ് ഇല്ലാതെ മറ്റുള്ളവരെ റൂം ഇങ്ങനെ നിർത്താതെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ നീ, നിനക്കെന്താ രേവതി, ഒട്ടും തന്നെ മാനേഴ്സ് ഇല്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് രേവതിക്ക് ഭയങ്കര ദേഷ്യം വരും. ശ്രുതി ഒന്നങ്ങ് കൊടുക്കാനുള്ള അത്രമാത്രം ദേഷ്യമായിരിക്കട്ടെ രേവതിക്ക്. രേവതി പറഞ്ഞിട്ട്, അച്ഛാ എൻ്റെ സച്ചിയേട്ടനിപ്പോൾ ജയിലിലല്ലേ, ഞാൻ ചെന്നപ്പോൾ സച്ചിയേട്ടന് ജാമ്യം പോലും കിട്ടിയിട്ടില്ല, അതിൻ്റെ കാരണം എന്താണെന്ന് അച്ഛനറിയോ? അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നത്, എന്താടി അവനിപ്പോൾ ജയിലിലായോ? അങ്ങനെ ആയെങ്കിൽ തന്നെ അതിൻ്റെ കാരണം എന്താ? അവൻ്റെ ഗുണ്ടായസം കൊണ്ട് തന്നെയാണ് അവൻ ജയിലിലായത്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, വർഷയുടെ വീട്ടുകാരൻ അടിച്ചതുകൊണ്ടാണ് സച്ചിയേട്ടനെ പോലീസുകാർ കൊണ്ടുപോയത്. എന്നാൽ ആ കേസിൽ എൻ്റെ സച്ചിയേട്ടന് യാതൊരുവിധ ബന്ധവുമില്ല അച്ഛാ. സച്ചിയേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല. വർഷയുടെ വീട്ടുകാരെല്ലാവരെയും അടിച്ചത് ഏതോ ഗുണ്ടകളാണെന്നൊക്കെ പറയുന്നുണ്ട് രേവതി. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എടി അതൊക്കെ നീ എന്തിനാണ് ഇവിടെ വന്ന് പറയുന്നത്? അങ്ങനെയുണ്ടെങ്കിൽ തന്നെ നീ അത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയണം. ആ കാര്യങ്ങളൊക്കെ നീ ഇവിടെ വന്ന് വിളമ്പിയിട്ട് യാതൊരു കാര്യമില്ല. നീ ഏതായാലും നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലേ. നീ പോയിട്ട് പോലീസുകാരോട് പോയി പറ, എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ പോരാടി വാദിക്ക്, എന്നിട്ട് അവനെ പുറത്തേക്ക് കൊണ്ടുപോകാ എന്നൊക്കെ പറയും ചന്ദ്രമതി യാതൊരുവിധ മനസാക്ഷിയില്ലാതെ രേവതിയായിട്ട് ഇങ്ങനെ കളിയാക്കുന്ന സമയത്തിന് രേവതി പറയുന്നത്, അതേ അമ്മേ, ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. വർഷയുടെ വീട്ടുകാരെയെല്ലാം ഗുണ്ടകളെ വിട്ടിട്ട് അടിച്ചത് മറ്റാരുമല്ല, അത് ഈ ശ്രുതിയുടെ ആൾക്കാർ തന്നെയാണ്. രേവതിയുടെ മറുപടി കേട്ടുകൊണ്ട് ശ്രുതി ആകങ്ങനെ പേടിച്ച് വിറച്ച് ഭയന്ന് നിൽക്കുകയാണ്. എന്നാലും രേവതി എങ്ങനെ ഈ സത്യം അറിഞ്ഞു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടെ ശ്രുതിക്ക് ഇത്രമാത്രം ഭയം. അപ്പോഴേക്കും ശ്രീകാന്ത് വന്ന് ചോദിക്കുന്നത്, എന്തൊക്കെയാ ഏട്ടത്തി പറയുന്നത്? വർഷയുടെ വീട്ടുകാരെ എല്ലാവരും അടിച്ചത് ഈ ശ്രുതി ഏട്ടത്തിയുടെ ആൾക്കാരാണെന്നോ? അപ്പോൾ രേവതി പറഞ്ഞത്, അതേ ശ്രീ, അത് തന്നെയാണ് സംഭവിച്ചത്. ശ്രുതി ഗുണ്ടകളെ വിട്ടുകൊടുത്തിട്ട് വർഷയുടെ വീട്ടുകാരെ എല്ലാവരെയും അടിച്ചു. എന്നിട്ട് അവർ ഗുണ്ടകളോടെല്ലാം തന്നെ സച്ചിയേട്ടൻ്റെ പേര് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അന്നേരം രവീന്ദ്രൻ ചോദിക്കുന്നത്, ശ്രുതിയും വർഷയുടെ വീട്ടുകാരുമായിട്ട് യാതൊരുവിധ പ്രശ്നവുമില്ലല്ലോ, പിന്നെ അവൾ എന്തിനാ അവരെ അടിക്കാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതി പറഞ്ഞിട്ട്, അതിനൊക്കെ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് അച്ഛാ. സച്ചേട്ടനെ അല്ലെങ്കിൽ തന്നെ ഈ ശ്രുതിക്ക് ഇഷ്ടമല്ലല്ലോ. അദ്ദേഹം ജയിലിലായാൽ പിന്നെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. സമാധാനത്തോടു കൂടി തന്നെ പിന്നെ അവർക്ക് ഈ വീട്ടിൽ താമസിക്കാനും പറ്റും. അതിനു വേണ്ടി തന്നെയാണ് ഇവൾ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് എന്നിങ്ങനെ രേവതി പറയുന്ന സമയത്തിന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അയ്യോ ഇതൊക്കെ ഇവൾക്ക് എങ്ങനെ കറക്റ്റായിട്ട് അറിയാം? നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെയല്ലേ ഇവൾ ഈ പറഞ്ഞു കൊടുക്കുന്നത് എന്നിങ്ങനെ ശ്രുതി മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് നല്ല പിള്ള ചമഞ്ഞു കൊടുത്തിട്ട് ശ്രുതി നേരെ രേവതിയുടെ അടുത്തേക്ക് വന്ന് കൊണ്ട് തന്നെ പറയുന്നുണ്ട്, രേവതി നിർത്ത്, നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചുമ്മാ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാതെ. സച്ചിയോട് എനിക്ക് ദേഷ്യമുണ്ട് എന്നത് ശരി തന്നെയാണ്, പക്ഷേ അവനെ ഒരിക്കലും ജയിലിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഗുണ്ടകളെ വിട്ടിട്ടൊന്നുമില്ല. ഗുണ്ടകളെ വിട്ടിട്ട് അടിക്കുന്നതൊക്കെ മോശപ്പെട്ട സംഭവം തന്നെയല്ലേ. സച്ചിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയായിരിക്കും ജയിലിലായത്. അയാൾ ചെയ്ത് തെറ്റുകൊണ്ട് തന്നെയാണ് അയാൾക്ക് ഈ ഗതി വന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ രേവതിക്ക് മുന്നിൽ അങ്ങ് വാദിക്കും. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞിട്ട്, ശ്രുതി നീ ഒന്ന് നിർത്തുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ സച്ചി ഒരു ഗുണ്ടയാണ്. അവനിങ്ങനെ അടിയുണ്ടാക്കിയതിൻ്റെ പേരിൽ എത്ര തവണയാണ് പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്? അപ്പോൾ വർഷയുടെ വീട്ടുകാരെ ഗുണ്ടകളെ വിട്ട് തല്ലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സച്ചി തന്നെയായിരിക്കും. ഇനിയിപ്പോൾ ആ പേരും പറഞ്ഞ് നീ എൻ്റെ ശ്രുതിയുടെ മെക്കെട്ട് കയറാനൊന്നും വരണ്ട രേവതി എന്നൊക്കെ പറയട്ടെ ശ്രുതി ഇങ്ങനെ ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്തിന് രേവതി പറഞ്ഞത്, ഞാൻ ആരുടെ മേലും പഴി ചാരി സംസാരിച്ചിട്ടൊന്നുമില്ല. ഈ ശ്രുതി എല്ലാ പണിയും ഒപ്പിച്ച് വച്ചിട്ട് തന്നെയാണ് നല്ല പിള്ള ചമഞ്ഞ് ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്താടി ഇങ്ങനെ നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുന്നത്? നീ തന്നെയാണ് ഇതെല്ലാം ഒപ്പിച്ച് വെച്ചത് എന്ന കാര്യം ഞാൻ തെളിവോടുകൂടി തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നീ അതിനെ എതിർത്തിട്ട് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈ നിന്റെ കവിളിൽ വീഴുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ രേവതി. ആ സമയത്തായിരിക്കും പോലീസുകാർ വീട്ടിലേക്ക് കയറി വരുന്നത്.
പോലീസുകാർ അങ്ങോട്ടേക്ക് ശ്രുതി അന്വേഷിച്ചുകൊണ്ടായിരിക്കും വന്നിരിക്കുന്നത്. പോലീസുകാർ വന്ന് ചോദിക്കുന്നുണ്ട് ആരാണ് ഈ ശ്രുതി എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടി എന്ത് പണിയാണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത്? എവിടുന്നോ ഒരു ഗുണ്ടകളെ ഒപ്പിച്ചിട്ട് അവരെ ഏർപ്പാടാക്കിയിട്ട് നീ എന്താ വീട്ടിലേക്ക് കയറി തല്ലിപ്പിക്കുവാണോ? അതിന് മാത്രമൊക്കെ നീ വളർന്നോളി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതിയോട് അങ്ങ് ദേഷ്യപ്പെടും. അപ്പോഴേക്കും രവീന്ദ്രന് ശ്രുതിയോട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് എടി നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? നീ എന്താ ഈ മനസാക്ഷിയില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രവിയേട്ടനും ദേഷ്യപ്പെടും. അപ്പോഴും ശ്രുതി അതിനെ എതിർക്കാൻ ശ്രമിക്കുന്ന സമയത്തിന് പോലീസുകാർ വന്നിട്ട് ശ്രുതിയെ വിലങ്ങി വെക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അതെ ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ശ്രുതിയെ കൊണ്ടുപോകുന്ന സമയത്ത് പോലും ശ്രുതി കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ശ്രുതി നോക്ക് ഞാൻ നിനക്കും ആൻറ്റിക്കും വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്തെങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് എന്നെ ഒന്ന് രക്ഷിക്കടാ. ആ സച്ചി എങ്ങനെയെങ്കിലും ജയിലിലാവണമെന്നില്ല നീയും ആൻറ്റിയും ആഗ്രഹിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതി. നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നപ്പോഴേക്കും ഇപ്പം ഞാൻ പ്രതിയായി. ഇതൊരിക്കലും എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്തു കൂട്ടിയത്. ശ്രുതിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് എടി അപ്പോൾ ഈ പൂക്കെട്ടുകൾ പറയുന്നതൊക്കെ ശരിയാണോടി? അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്നിട്ട് നീ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് എടി ഒപ്പിച്ചു വെക്കുന്നത്. വർഷയുടെ വീട്ടുകാരൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ ഗുണ്ടകളെ വിട്ടിച്ച് അവരെയൊക്കെ അടിച്ചത്? ഇതിനൊക്കെ നിനക്ക് ആരാടി ധൈര്യം തന്നത്? ഇനിയിപ്പോൾ വർഷയുടെ വീട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കൂടി? നിന്നേക്കാൾ ഒത്തിരിയധികം പണക്കാരുടെ കുടുംബമാണ് അവരുടേത്. ഇനി പാവം വർഷമോൾ എന്ത് കരുതും? ചന്ദ്രമതി ഏതായാലും ശ്രുതിയെ കൈയൊഴിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട് സാറേ ഇവള് തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവളെ പിടിച്ചു കൊണ്ടുപോയേ പറ്റൂ. ഇവള് പോലൊരു മരുമകളെ ഇനി ഏതായാലും എനിക്ക് വേണ്ട. ഏതായാലും സച്ചി യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ സച്ചിയെ പോലീസ് റിലീസ് ചെയ്യും. അങ്ങനെ സച്ചി വീട്ടിലേക്ക് വരുന്നുണ്ട്. സച്ചി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് ഹേയ് പാർലറമ്മേ നിങ്ങൾ എത്രമാത്രം കള്ളത്തരമാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ ഒന്നും അറിയാത്തതുപോലെ മാറി നിന്നങ്ങ് ആസ്വദിക്കുമായിരുന്നില്ലേ? എന്നെ പോലീസുകാർ കൊണ്ടുപോവുകയാണെങ്കിലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടെ ശ്രുതിയോട് സംസാരിക്കുന്നത്. രേവതിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരാണ്ട് ചന്ദ്രയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് അമ്മേ നിങ്ങൾ പ്രസവിച്ച മകൻ തന്നെയല്ലേ ഈ സച്ചിയേട്ടൻ? അദ്ദേഹം ജയിലിലാണെന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ സച്ചിയേട്ടനെ പഴിചാരി സംസാരിച്ചു. ഇപ്പം കണ്ടില്ലേ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം പുറത്തു വന്നിരിക്കുന്നു. ആരാണ് ഈ തെറ്റ് ചെയ്തത് എന്ന കാര്യങ്ങളൊക്കെ അമ്മക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇനി എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് ഇവരോട് പറയാനുള്ളത് എന്നിങ്ങനെ രേവതി ചോദിക്കുന്ന സമയത്തിന് സച്ചി അങ്ങോട്ടേക്ക് വരും. സച്ചി വന്നിട്ട് ഇങ്ങനെ രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട് കണ്ടില്ലേ അച്ഛാ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എത്രയോ കാലം ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഇതേ കണ്ടില്ലേ? എന്നിട്ട് അവസാനം അവർ തന്നെ എന്നെ പറ്റിയിട്ട് മോശമായിട്ട് സംസാരിക്കുന്നു. അതിന് മാത്രം എന്ത് വലിയ തെറ്റാച്ചാ ഞാൻ ചെയ്തിരിക്കുന്നത്? അമ്മയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒത്തിരി അധികം വർഷങ്ങളായിട്ട് ഞാൻ അവരുടെ പിന്നാലെ നടക്കുന്നു. ആ കാര്യമൊക്കെ അമ്മക്കും നന്നായിട്ടറിയാം. എന്നിട്ട് ഓരോ തവണയും ആരോ എന്നെ പ്രസവിച്ചിട്ടതുപോലെയാണ് അമ്മ എന്നോട് പെരുമാറുന്നത്. അമ്മ എന്നെ ഓരോ ദിവസവും ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും ഞാൻ ചെയ്ത തെറ്റിന് വേണ്ടിയിട്ടില്ല. അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജയിലിൽ കിടന്നത് എന്ന കാര്യം അച്ഛൻ തന്നെ അമ്മക്ക് പറഞ്ഞു കൊടുത്താൽ അമ്മക്കൊരു പക്ഷേ അതെല്ലാം ബോധ്യമായിരിക്കും. പക്ഷേ അച്ഛനൊരിക്കലും അത് ചെയ്യില്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ആയിക്കോട്ടെ അമ്മ ഏതായാലും ഇനി എന്നെ തെറ്റുകാരനായിട്ട് തന്നെ കണ്ടോട്ടെ. പിന്നെ ഇന്നേ വരെ ഒരു ദിവസം പോലും ഇവരെന്നോട് മര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. പാവം എൻ്റെ രേവതി അമ്മയെപ്പോഴും എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രേവതി മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അതിനുശേഷം കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിച്ചതും അതിനുശേഷം എന്നെ ജയിലിൽ നിന്ന് ഇറക്കി പുറത്തേക്ക് കൊണ്ടുവന്നതൊക്കെ ഈ രേവതിയാണെന്നൊക്കെ പറയണ സച്ചി. ഇത്രയൊക്കെ രേവതി ചെയ്തിട്ട് പോലും ഒരു മര്യാദ പോലും ഈ വീട്ടിലൊരു അംഗമാണെന്ന മര്യാദ പോലും അമ്മ അവൾക്ക് കൊടുത്തിട്ടില്ല. ഇത്ര കാലം ഈ വീട്ടിലെ വേലക്കാരി എന്ന സ്ഥാനം മാത്രമാണ് അമ്മ അവൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി മതി അച്ഛ എല്ലാം നിർത്തുവാണ്. എനിക്ക് വേണ്ടിയിട്ട് രേവതി ഈ വീട്ടിൽ നിന്നിട്ട് ഒരുപാടധികം സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കിവിടുത്തെ ജീവിതം തന്നെ മതിയായി അച്ഛ. ഞങ്ങളൊരിക്കലും ഈ വീട്ടിൽ വേണ്ട എന്നല്ല എല്ലാവരുടെയും ആഗ്രഹം. ഇനി ഒരിക്കലും എല്ലാ ചീത്തവാക്കും പഴിയൊക്കെ കേൾക്കാൻ വേണ്ടി രേവതിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം ഞാൻ ഇനി അവൾക്ക് കൊടുക്കും. ഞാൻ ഏതായാലും ഈ വീട് വിട്ടിട്ട് അവളെ കൂട്ടി ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോളാം. വാ രേവതി നമുക്കിനി സമാധാനമായിട്ട് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ് സച്ചി ഏതായാലും രേവതിയെ കൂട്ടി അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്ത് തന്നെ വിരങ്ങ് വെച്ചുകൊണ്ട് ശ്രുതിയെ പോലീസുകാർ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ താൻ ഇത്ര കാലം സച്ചിയോട് ചെയ്തത് എത്രമാത്രം വലിയ തെറ്റാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ രവീന്ദ്രനാകെ കുറ്റബോധത്തോടുങ്ങനെ നീറിയിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.